Mindtrend FX. Your journey to mastering the markets begins now. Everyone, it's me Rahul. Welcome to Mindtrend FX, my YouTube channel. So, welcome to the budget special video. Sorry, കുറച്ച് ലേറ്റ് ആയി പോയി, കുറച്ച് കൂടുതൽ ലേറ്റ് ആയി പോയി, ബട്ട് ഓക്കെ. സോ നാളത്തെ ദിവസം നമ്മുടെ ബജറ്റ് ദിവസമാണ്, സ്പെഷ്യൽ ട്രേഡിംഗ് സെക്ഷനാണ്. ഓക്കെ, സൺഡേ. സോ നമ്മുടെ നാളത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നാളെ വാട്ടെവർ എന്താണോ നമ്മുടെ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ബജറ്റിൽ അവതരിപ്പിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, സോ മാർക്കറ്റ് രാവിലെ ഈ റേഞ്ചിനുള്ളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോ ട്രേഡിംഗ് ആണ്, നമ്മൾ ട്രേഡൊന്നും ചെയ്യത്തില്ല. ഓക്കെ, ആൻഡ് നോ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. സോ ടുമാറോ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഒരു നോ 12 o'clock ഇൻ ഇന്ത്യ. സോ ദിസ് ടൈം നിഫ്റ്റി നാളെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. സോ വി എക്സ്പെക്റ്റിംഗ് ദ ഫ്ലാറ്റ് ഓപ്പണിംഗ്. ഓക്കെ, സോ നാളെ രാവിലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല വോൾട്ടൈൽ ആയിരിക്കും. ആദ്യം മുകളിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യും, പിന്നെ താഴോട്ട് മൂവ്മെൻറ്റ് ചെയ്യും. ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് രാവിലെ പ്രതീക്ഷിക്കാം. സോ പേഷ്യൻസോടുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യും ഒരു ക്ലിയർ ഡയറക്ഷന് വേണ്ടിയിട്ട്. കാരണം ബജറ്റിൻ്റെ ഒരു ആഫ്റ്റർ 11 o'clock എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലിയർ ഒരു ഡയറക്ഷൻസ് ഒക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ രാവിലെയുള്ള ആ ഒരു വോളറ്റൈൽ സെക്ഷനിൽ നിങ്ങൾ ആരും ട്രേഡ് ചെയ്യരുത്. കാരണം ഇത് ഓൾറെഡി മാർക്കറ്റിൽ ബൈ പൊസിഷൻ എടുത്തു വെച്ചിരിക്കുന്നവരെല്ലാം മാർക്കറ്റ് നാളെ ഔട്ട് ചെയ്യും ആദ്യം. ഓക്കെ, സോ ഈ റേഞ്ചിൽ നിന്ന് ഇവിടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരെ എല്ലാം മാർക്കറ്റ് രാവിലെ റിമൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് മാർക്കറ്റിനെ ബെസ്റ്റ് എൻഡർ, അതായത് നമുക്ക് പറ്റുന്ന ബെസ്റ്റ് എൻഡർ എന്ന് പറയുന്നത് 25,600. ഈ റേഞ്ച് ഞാൻ 2 ദിവസം മുന്നേ പറയുന്നുണ്ടായിരുന്നല്ലോ, 25,600. ഈ റേഞ്ചിൽ മാർക്കറ്റിനെ നാളെ 11 o'clock ഈ റേഞ്ചിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഓക്കെ, 11 o'clock ഈ റേഞ്ചിൻ്റെ ആ ഒരു സമയം 11 o'clock എല്ലാം കഴിഞ്ഞിട്ട് 25,600 എന്ന റേഞ്ചിൽ മാർക്കറ്റിനെ കിട്ടുകയാണെങ്കിൽ വി ഗോ വിത്ത് എ ബൈ പൊസിഷൻ. ഓക്കെ, നമുക്കൊരു ബൈ പൊസിഷനിൽ പോവാം അപ് ടു നമ്മുടെ പ്രീവിയസ് സപ്ലൈ സോൺ ആയിട്ടുള്ള 25,500 എബോവ് 25,500 ആൻഡ് ബിലോ 25,527. ഓക്കെ, ഈ റേഞ്ച് 25,500 ഇതായിരിക്കും നമ്മുടെ മേജർ സപ്ലൈ സോണായിട്ട് നമ്മുടെ ടാർഗറ്റ് ഇവിടെ വരെയായിരിക്കും ഉണ്ടാകുന്നത്. അതെല്ലാം മാർക്കറ്റിൽ നാളെ ബജറ്റ് മാർക്കറ്റിന് വേണ്ട കാര്യങ്ങളൊന്നും മാർക്കറ്റിന് ഇല്ലെങ്കിൽ മാർക്കറ്റ് നേരെ നല്ലൊരു ഫോൾ നാളെ കാണിക്കാനും ചാൻസ് ഉണ്ട്. സോ അപ് ടു 900 ഇതുവരെ നമ്മുടെ മേജർ ഡിമാൻഡ് സോണിൻ്റെ തൊട്ട് താഴെ ഇതൊരു മേജർ സപ്പോർട്ടും കൂടിയാണ്. ഓക്കെ, സോ താഴോട്ടാണ് മാർക്കറ്റ് വീഴുന്നതെങ്കിലും നമ്മൾ പെട്ടെന്ന് ഒരു ഷോർട്ട് എൻട്രിയിൽ ഒരു ഒരു സ്കാൽപ്പിംഗ് ഒന്നും ചെയ്യാൻ പോകരുത്. കാരണം ആസ് പെർ നൗ ദ ഡാറ്റാസ് നമുക്ക് കിട്ടുന്നത് നാളെ നമുക്കൊരു സ്പെഷ്യൽ ബജറ്റ് സെക്ഷൻ തന്നെ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഓൾ ഓവർ വേൾഡ്, നമ്മുടെ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയിലും ഉള്ള ഇൻവെസ്റ്റേഴ്സും എല്ലാവരും ഫുൾ മാർക്കറ്റിലോട്ട് ഫുൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ്. സോ റീറ്റെയിലേഴ്സ് നമ്മളെ പോലുള്ളവർ നാളെ നമ്മുടെ ക്യാപിറ്റൽ സേവ് ചെയ്തുകൊണ്ട് നാളെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റലൊന്നും ലൂസ് ചെയ്യരുത്. അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ആൻഡ് സെക്കൻഡ്, നമ്മൾ പേഷ്യൻസോടുകൂടി ഇരുന്നിട്ട് നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ആക്റ്റീവ് ആയിരിക്കും. സോ നമുക്ക് പേഷ്യൻസോട് ഇരുന്നിട്ട് നല്ലൊരു എൻട്രി കിട്ടുമ്പോൾ നമുക്ക് നാളെ എൻട്രി പോവാം. സോ നമ്മുടെ ഫസ്റ്റ് എൻട്രി പ്ലാൻ ഫസ്റ്റ് എൻട്രി പ്ലാൻ ഇവിടുന്നാണ് നമ്മുടെ. ഓക്കെ, 25,600 ദിസ് ഇസ് എ ഫസ്റ്റ് എൻട്രി പ്ലാൻ. ദിസ് ഏരിയ നമുക്ക് നോ ട്രേഡിംഗ് സോണാണ്. നിങ്ങൾ നോക്കി വെച്ചാൽ 25,200 25,400 ഇടയിൽ നമുക്ക് നോ എൻട്രി സോൺ ആയിരിക്കും. ഓക്കെ, ബിലോ ദിസ് ലെവൽ മാർക്കറ്റിന് ഇവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വോൾട്ടൈലായിട്ട് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു ഡിമാൻഡ് ഇവിടെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ബുള്ളിഷ് സിനാരിയോ നമ്മൾ ലാസ്റ്റ് ട്രേഡൊക്കെ എടുത്ത് ഓർമ്മയുണ്ടല്ലോ, ഇതേപോലത്തെ ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇവിടുന്ന് ഒരു ബുള്ളിഷ് സിനാരിയോ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വി ഗോ വിത്ത് എ ബൈ എൻട്രി, അതായത് ഒരു കോൾ എടുത്ത് നമുക്ക് മുകളിലോട്ട് പോകാം. ഓക്കെ, താഴോട്ടാണ് മാർക്കറ്റെങ്കിൽ ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, താഴോട്ടാണെങ്കിൽ താഴോട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ആദ്യം താഴോട്ട് വന്നാലും നമ്മുടെ ഈ സോണിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഓക്കെ, അതല്ല രാവിലെ തന്നെ മാർക്കറ്റ് ഹെവി മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചാടിക്കയറി മാർക്കറ്റിൽ ഇരിക്കത്തില്ല. നമ്മൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യും 11 o'clock കഴിയാൻ വേണ്ടിയിട്ട്. ബഡ്ജറ്റിൻ്റെ ഏകദേശം ഒരു സെറ്റിൽമെൻറ്റ് എന്താണ് ബജറ്റിൽ വന്നിരിക്കുന്നത് എന്ന് മാർക്കറ്റിന് മനസ്സിലായി ഒരു ക്ലിയർ ഡയറക്ഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇൻഡെക്സിൽ ട്രേഡ് പോകത്തുള്ളൂ. ഓക്കെ, അതിന് മുന്നേ ആദ്യം കാണുന്ന ഒരു ബുള്ളിഷ് സിനാരിയോ, ആദ്യം കാണുന്ന ഒരു മുകളിലോട്ടുള്ള പോക്കിലൊന്നും നമ്മളൊരു എൻട്രി എടുക്കത്തില്ല. കാരണം ഇവിടുന്ന് സെല്ല് ചെയ്ത് വെച്ചവരെ മാർക്കറ്റ് ആദ്യം ഔട്ടാക്കും.
താഴെ ബൈ ചെയ്ത് വെച്ചവരെ മാർക്കറ്റ് ആദ്യം നാളെ ഔട്ടാക്കും. ഇതെല്ലാം ചെയ്തിട്ട് ഒരു ഫ്രഷ് ബൈയിങ്ങിലൂടെ ആയിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. സോ വി ആർ ഓൾസോ പ്രിഫർ ദാറ്റ് എൻട്രി. ഓക്കെ, നമ്മൾ ആ എൻട്രിയിലായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ പോകാനും. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 25,600 ദിസ് സോൺ ആൻഡ് എബോവ് 25,400 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു റീട്രേസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ പോവാം. ഓക്കെ, ആൻഡ് ബിറ്റ്വീൻ ദിസ് ലെവൽ നോ ട്രേഡ് സോൺ ആൻഡ് ഓൾവേസ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് നാളത്തെ സ്റ്റോക്കിന് വേണ്ടിയിട്ട്. സോ നാളത്തെ സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ 1 നമുക്കുള്ളത് ടാറ്റ പവർ. ഓക്കെ, ടാറ്റ പവർ നമുക്ക് നാളത്തെ ഒരു സെലക്ഷനുള്ള സ്റ്റോക്കാണ്. ആൻഡ് ഗ്രോ ഞാൻ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രോ, ഓക്കെ, ഗ്രോ നിങ്ങൾ നോക്കി വെച്ചോ, ഗ്രോ ഉണ്ടായിരുന്നു. ആൻഡ് റിലയൻസ്. ഓക്കെ, സോ റിലയൻസ് ഇൻഡസ്ട്രിയൽസ്. ഓക്കെ, റിലയൻസ് കുറേ ദിവസങ്ങളായിട്ട് റിലയൻസ് ഈ റേഞ്ചിൽ കിടന്നിട്ട് അപ്പ് ഡൗൺ മൂവ് ചെയ്യാണ്. സോ റിലയൻസ് നമുക്ക് നാളത്തെ ഒരു ദിവസത്തെ എൻട്രിക്ക് വേണ്ടിയിട്ട് നാളെ നമുക്ക് നോക്കാം റിലയൻസ്. ആൻഡ് പിന്നെന്താ ഞാൻ പറഞ്ഞത്, പിന്നെ ടാറ്റ പവർ, RVNL. ഓക്കെ, RVNL എബോവ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട്. അബോവ് 345 എബോവ് RVNL, ഗ്രോ, റിലയൻസ്, ടാറ്റ പവർ, L&T. ഓക്കെ, L&T 3950 എബോവ്. ഓക്കെ, 3950 എബോവ് L&T. സോ മാർക്ക് നിങ്ങൾ നോട്ട് ചെയ്തോ, RVNL, ഗ്രോ, റിലയൻസ് ആൻഡ് RVNL. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് സെലക്ഷൻസ്. ഓക്കെ, ദെൻ കം ടു ബാക്ക് ടു നിഫ്റ്റി. നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബൈയിങ് സോണിന് മുകളിൽ, ഓക്കെ, നമ്മുടെ ബൈയിങ് സോണിൻ്റെ മുകളിൽ നിഫ്റ്റിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരു എൻട്രി പോകാം. ആൻഡ് നാളെ ഒരു സൂപ്പർ ദിവസമാക്കാം. നമുക്ക് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തിട്ട് ഒരു എക്സ്പെക്റ്റഡ് മൂവ് കിട്ടുമ്പോൾ മാത്രം. ഓക്കെ, സോ ഗ്രൂപ്പിൽ വെയിറ്റ് ചെയ്ത എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു. പിന്നെ വീഡിയോ ലേറ്റ് പോയെന്ന് സോറി. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.